അത് കിട്ടിയാൽ നിർബന്ധമായിട്ട് പോകണം. ഇതുവരെ നമുക്ക് പോകണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല. അലോട്ട്മെൻറ്റ് സ്ട്രേ വേക്കൻസിയിൽ കിട്ടിയാൽ നിർബന്ധമായിട്ട് പോകണം. ഇല്ല, ലിക്വിഡേഷൻ ഡാമേജിൻ്റെ പരിധിയിൽ വരും. 2026 എൻട്രൻസിനെ ബാധിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഓൾ ഇന്ത്യയിൽ തെലുങ്കാനയിലോ ത്രിപുരയിലോ നാഗാലാൻഡിലൊക്കെ ഒഴിവുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ വെറുതെ കയറി എല്ലാം കൊടുത്തു. കേരളത്തിലും ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കട്ടെ. സാർ, ഇപ്പോൾ ഒരുപക്ഷെ ജെയുടെയും നീറ്റിൻ്റെ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആദ്യമായി ഫേസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമുക്ക് എങ്ങനെ ഇതൊരു പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൊടുക്കാം? നമ്മുടെ 2 ചാനലുകൾ, നീറ്റിൻ്റെ ചാനലാണെങ്കിലും ജെഇ ചാനലാണെങ്കിലും നമ്മളെല്ലാ സാധ്യതകളും, ഇപ്പം നീറ്റ് ആസ്പിറൻ്റ് ആണ്, മെഡിക്കൽ ആസ്പിറൻസ് ആണെങ്കിലും നമ്മളെല്ലാ സാധ്യതകളും നമ്മൾ കവർ ചെയ്യണം. ജെഇ, കേരള എഞ്ചിനീയറിംഗ്, കുസാറ്റ്, ഐസർ, നൈസർ, കേരളത്തിൽ തന്നെ ഓൾറെഡി MBBS BDS എടുത്തു നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഹയർ ഓപ്ഷൻ നിൽക്കുന്നുണ്ട്. ചെറിയൊരു മാറ്റം ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ ഹയർ ഓപ്ഷൻ നിൽക്കുന്ന എല്ലാവർക്കും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാം. ഇതുവരെ അലോട്ട്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല, അവർക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താം. ജനറൽ കാറ്റഗറിയിൽ നിന്ന് തന്നെ വെച്ചാൽ പോരെ? അതോ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് നമ്മുടെ കാറ്റഗറിയൊക്കെ വേറെ എന്തെങ്കിലും ആണെങ്കിലും അത് റാങ്കിൻ്റെ സമയത്തൊക്കെ നോക്കിയാൽ മതിയായിരിക്കും? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇപ്പം നമുക്ക് ജെഇക്ക് എത്ര സ്കോർ കിട്ടും, അല്ലെങ്കിൽ നീറ്റിന് എത്ര സ്കോർ കിട്ടും നമുക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് എങ്ങും ആധാർ കഴിഞ്ഞ 2-3 വർഷമായിട്ടൊന്നും ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതും ഒരു മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യുന്നതും അത്യാവശ്യമാണ്. നമ്മുടെ നീറ്റ് എഴുതുന്നവരാണെങ്കിലും ജെഇ എഴുതുന്നവരാണെങ്കിലും ഒക്കെ. ഓരോ കോളേജുകൾ, കോട്ടയം മെഡിക്കൽ കോളേജ് ഓപ്പൺ കാറ്റഗറിയിൽ 1 സീറ്റ്, ഈഴവ കാറ്റഗറിയിൽ 1 സീറ്റ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ മുസ്ലിം മൈനോറിറ്റി, ഇന്ന കാറ്റഗറിയിൽ ഇന്ന ഒഴിവുണ്ടെന്നുണ്ടാവും. അതുപോലെ പുതിയതായിട്ട് പാലക്കാട്, മങ്ങാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പുതിയ കോളേജ് വരുന്നു. അതെ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഫീസും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഈ മെഡിക്കൽ മേഖലയിൽ MBBSന് എത്രത്തോളം റാങ്കിൽ വേരിയേഷൻസും കാര്യങ്ങളും? കേരളത്തിൽ ഇപ്പം പാലക്കാട് 21ാമതായിട്ടൊരു മെഡിക്കൽ കോളേജ് പുതിയതായിട്ട് വന്നു. കേരളത്തിലൊരു കോളേജ് ഓൾ ഇന്ത്യ വഴി കിട്ടാൻ ഒത്തിരി സാധ്യതയുമുണ്ട്. കേരളത്തിലെ കോഴിക്കോടും തിരുവനന്തപുരം ഒഴിച്ചുള്ള എല്ലാ കോളേജുകളിലും ഓൾ ഇന്ത്യ സീറ്റുകൾ ധാരാളം വേക്കൻസി ഉണ്ട്. വിദേശത്തു നിന്നുള്ള ഒരുപാട് പ്രേക്ഷകർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന വർഷങ്ങളിൽ ജെഇ നീറ്റൊക്കെ എഴുതാൻ പോകുന്നത് അവർക്കൊരു പക്ഷേ നമുക്ക് പറഞ്ഞു കൊടുക്കാം ആദ്യം എന്തൊക്കെ കരുതി വെക്കണം ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്? ജെഇ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിദേശത്ത് തന്നെയാണ് കുട്ടിയും, അപ്പോൾ +1 +2 വിദേശത്ത് തന്നെ ചെയ്യുന്നൊരു കുട്ടിയാണെങ്കിൽ, ഇപ്പം നീറ്റ് ആണെങ്കിലും ജെഇ ആണെങ്കിലും അവർക്ക് പാസ്പോർട്ട്, വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ആധാറൊന്നും നിർബന്ധമില്ല. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 162ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികളിൽ കുറേയൊക്കെ പേര് അവരുടെ ക്യാമ്പസുകളിൽ പ്രവേശിച്ചു. വൈറ്റ് കോട്ട് സെറിമണി ഒക്കെ ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. വിദ്യാർത്ഥികളെല്ലാം ഒരു ക്യാമ്പസ് ലൈഫിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്കൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷകർത്താക്കൾ എത്രത്തോളം ആഗ്രഹിച്ച ആ ഒരു സ്വപ്നത്തിലേക്ക് അവരുടെ മക്കൾ നടന്നു കയറിയ ഒരു നിമിഷം തന്നെയാണ്. അതെ, അവർ ഫസ്റ്റ് എക്സ്പീരിയൻസ്, അവർ സ്വപ്നം കണ്ട ദിവസങ്ങളിലേക്ക്, നാളുകളിലേക്കൊക്കെ അവർ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനിയാണ് അവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും അവരുടെ ജേർണി ആരംഭിച്ചിട്ടേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ച് അതിലൂടെയുള്ള യാത്ര തുടങ്ങുന്നതാണ് അവർ. നമ്മളെ സംബന്ധിച്ചോളം യഥാർത്ഥത്തിൽ ഇത് അത്ര പരിചിതമില്ലാത്ത ഒരു സമയമാണ്. കാരണം 2ാം ഘട്ടം കഴിഞ്ഞ് കോളേജുകളിലൊരു കുറേയധികം വിദ്യാർത്ഥികളും കൂടെ എത്താനിരിക്കെ ഒരു വൈറ്റ് കോട്ട് സെറിമണി നമുക്ക് ഒട്ടും പരിചയമില്ല. സാധാരണ 3ാം ഘട്ട അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ക്ലാസ്സുകളൊക്കെ, ഫൗണ്ടേഷൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് റെഗുലർ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുമ്പോഴാണ് വൈറ്റ് കോട്ട് സെറിമണിയൊക്കെ വെച്ച് പിന്നെ റെഗുലർ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കും. അപ്പോഴത്തേക്കും ക്ലാസ്സിൽ എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കും. ഇതിപ്പം 3ാം ഘട്ട അലോട്ട്മെൻറ്റ്, 4ാം ഘട്ട അലോട്ട്മെൻറ്റ് ഒക്കെ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരും ആഗ്രഹിച്ചല്ല ഇരിക്കുന്നത്. കുട്ടികൾക്ക് ആഗ്രഹമുണ്ട്, അവരുടെ രക്ഷിതാക്കൾക്ക് ആഗ്രഹമുണ്ട്. അപ്പം കൃത്യമായിട്ടും അത് നടത്തേണ്ട ഒരു സമയമായിരുന്നോ എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്. പക്ഷേ അവർ ബുദ്ധിമുട്ടേണ്ടതില്ല. കാരണം ഈ നടത്ത ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സുകളും വൈറ്റ് കോട്ട് സെറിമണിയും എല്ലാം ഈ ചെല്ലുന്നവർക്കെല്ലാം അതേ രീതിയിൽ തന്നെയുണ്ട്. ഒരു ചടങ്ങിനും കുറവ് വരുത്താതെ, അല്ലെ ഒരു കുറവും വരുത്താതെ തന്നെ പുതിയതായിട്ട് കോളേജുകളിൽ ചെല്ലുന്നവർക്കും ഉണ്ട്. അപ്പോൾ അവർ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല. എങ്കിൽ പോലും ഇത് ഒരുമിച്ച് ഇപ്പോൾ ഒരു കോളേജിൽ നടത്തി കഴിഞ്ഞിട്ട് മറ്റൊരു കോളേജിലോട്ട് മാറ്റം കിട്ടി പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഒരുമിച്ച് മതിയായിരുന്നു എങ്കിൽ പോലും ഇനി അഡ്മിഷൻ പുതിയതായിട്ട് കിട്ടാനുള്ളവർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ 3rd അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ചെല്ലുമ്പോഴും എല്ലാ രീതിയിലുള്ള ക്ലാസ്സുകളും, ഫൗണ്ടേഷൻ ക്ലാസ്സുകളും ഈ പറഞ്ഞ വൈറ്റ് കോട്ട് സെറിമണിയും അതുപോലെ തന്നെ റെഗുലർ ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിക്കോളും. അലോട്ട്മെൻറ്റിൻ്റെ മറ്റൊരു ഘട്ടങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 3ാം ഘട്ടവും 4ാം ഘട്ടവുമാണ് ഇനി വരാനിരിക്കുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞത് കുട്ടികൾക്കാണെങ്കിലും പേരൻസിനാണെങ്കിലും വളരെ ആശ്വാസം നൽകുന്ന വാക്കുകൾ. തീർച്ചയായിട്ടും. കാരണം അവരെത്രത്തോളം കാത്തിരിക്കുന്നതാണ്. കാരണം മെയ് മാസത്തിൽ എക്സാം കഴിഞ്ഞതാണ്.
അപ്പോൾ അവരുടെ കാത്തിരിപ്പ് അനന്തമായിട്ട് നീളുകയാണ്. ശിവൻ സാർ, അതുപോലെ ഈ കാത്തിരിപ്പ് സാർ പറഞ്ഞു അനന്തമായി നീളുകയാണ്. ഇപ്പോൾ 3rd അലോട്ട്മെൻറ്റും 4th അലോട്ട്മെൻറ്റും ഒക്കെ കാത്തിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളുമുണ്ട്. അവരൊക്കെ ഒരു ചെറിയ ആശങ്കയിലുമാണ്. അവർക്കൊക്കെ എന്താണ് ഇനി മുൻപിലുള്ളത്, ഈ അലോട്ട്മെൻറ്റുകൾ എന്തുകൊണ്ടാണ് വൈകുന്നത്, ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ അവരുടെ മുന്നിൽ. അതെ, നമ്മളിപ്പോൾ മുമ്പ് ഈ വൈറ്റ് കോട്ട് സെറമണിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ അലോട്ട്മെൻറ്റിൻ്റെ ഈ ഒരു ലാഗ്നെസ് അല്ലെങ്കിൽ ഈ ഒരു അമാന്തം നമുക്കും പരിചയമായിട്ടുള്ള കാര്യമല്ല. മുൻ വർഷങ്ങളിലൊന്നും ഒരിക്കലും ഇത്രയും താമസിച്ചിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടും അതിനൊരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജെയിമിനൊക്കെ നമുക്കറിയാം, കൃത്യമായിട്ടൊരു ഷെഡ്യൂളാണ്. ജൂൺ 10 ആരംഭിച്ച് ജൂലൈ 28 കൃത്യമായിട്ടത് അലോട്ട്മെൻറ്റ് തീർന്നിരിക്കും, റെഗുലർ ക്ലാസ്സുകൾ ആരംഭിക്കും. ഇത് എല്ലാ ദിവസവും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒരു വിദ്യാർത്ഥിയും രക്ഷിതാവും വെബ്സൈറ്റ് നോക്കിയാൽ മാത്രമേ അലോട്ട്മെൻറ്റിൻ്റെ എന്താണ് അപ്ഡേഷൻ, പുതിയതായിട്ടൊരു കോളേജ് വന്നിട്ടുണ്ടോ, ആ കോളേജ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടോ, എന്നാണ് ലോക്ക് ചെയ്യേണ്ടത്, എന്നാണ് അലോട്ട്മെൻറ്റ് വരേണ്ടതെന്നൊക്കെയുള്ള ഓൾ ഇന്ത്യ തലത്തിലുള്ള അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂളിലുള്ള ഈ ഒരു താമസം നമുക്കൊട്ടും പരിചയമായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിദേശത്തുള്ളവർക്കും ഒക്കെ, പ്രത്യേകിച്ചും ജോലിക്കാരായിട്ടുള്ളവർക്കൊക്കെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ട് ഒരു വർഷം തന്നെയാണിത്. എന്നിരുന്നാലും ധാരാളം സീറ്റുകൾ കൂടിയിട്ടുണ്ട്. ഇപ്പോഴും ESI മെഡിക്കൽ കോളേജുകൾ നമുക്കറിയാം, 15 ESI മെഡിക്കൽ കോളേജുകളായി. ഓൾ ഇന്ത്യ തലത്തിൽ കഴിഞ്ഞ തവണ 2000-ഓളം സീറ്റുകൾ വർധനമുണ്ടായിരുന്നു മൊത്തത്തിൽ. അതിന് 15% ഓൾ ഇന്ത്യ കോട്ടയിൽ കൂടി. ഈ വർഷം ഇപ്പം ഈ അലോട്ട്മെൻറ്റിൽ 150 സീറ്റുകളോളം കൂടി. അപ്പം സീറ്റുകളും വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് 3rd അലോട്ട്മെൻറ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. സാർ, ഇപ്പോൾ ഈ ഒരു ഓൾ ഇന്ത്യ 3rd എന്നാണ് അവസാനിക്കുന്നത്? അതിൻ്റെ ഒരു പരിമിതിയും കാര്യങ്ങളുമൊക്കെ എത്രത്തോളം? അതിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് അവർ പുതുക്കിയ ഷെഡ്യൂൾ ഇവർ പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും നമുക്ക് കിട്ടിയ അറിയിപ്പ് വെച്ചിട്ട് 8-ാം തീയതി വൈകുന്നേരം 9-ാം തീയതി രാവിലെ കൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് തീരുകയും 10-ാം തീയതിയോടുകൂടി നമുക്ക് 3rd അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. 17-ാം തീയതിക്കുള്ളിൽ പുതിയ കോളേജുകളിൽ ജോയിൻ ചെയ്യാം. കോളേജ് മാറ്റം കിട്ടിയവർക്ക്, അല്ലെ പുതിയതായിട്ട് കോളേജ് കിട്ടിയവർക്കൊക്കെ ഒക്ടോബർ 17-നുള്ളിൽ കോളേജുകളിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ക്ലാസ്സൊക്കെ എല്ലായിടത്തും തുടങ്ങിയല്ലോ, അപ്പോൾ ഇനി നിൽക്കാനായിട്ട് പോയാൽ മാത്രം മതിയാകും. ആ കോളേജിൽ ചെന്ന് അഡ്മിഷനൊക്കെ എടുത്ത് അവിടുത്തെ ഹോസ്റ്റലിൽ തന്നെ നിന്ന് നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യാം. സാർ, അതുപോലെ ഇപ്പോൾ ഈ ഒരു അലോട്ട്മെന്റിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി എത്രത്തോളം സാധ്യതകളുണ്ട് സ്റ്റേറ്റിലേക്ക്? ഈ 3rd അലോട്ട്മെന്റിൽ നമ്മളൊരു കോളേജിൽ പോയി ചേർന്ന് കഴിഞ്ഞാൽ അവിടെയാണ് 5.5 വർഷം പഠിക്കുന്നത്. കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ മാറ്റമില്ല, റിസൈൻ ചെയ്യാൻ അനുവദിക്കില്ല. കോളേജിൽ ചേരാൻ 17-ാം തീയതി വരെ സമയമുണ്ട്, അതുവരെ തീരുമാനമെടുക്കാം. ഒരു കോളേജിൽ കിട്ടി അവിടെ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ കോളേജ് മാറ്റം കിട്ടി, ഓൾ ഇന്ത്യയിൽ തന്നെ 3rd അലോട്ട്മെൻറ്റ് കിട്ടി, കോളേജിൽ ചേരാൻ 17-ാം തീയതി വരെ സമയമുണ്ട്. അതിനു മുമ്പ് തന്നെ 15-ാം തീയതി കേരള അലോട്ട്മെൻറ്റ് വരും, വേണമെങ്കിൽ തീരുമാനിക്കാം കേരളത്തിൽ ചേരണോ വേണ്ടോ എന്നുള്ളത്. കോളേജിൽ പോയി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ റിസൈൻ ചെയ്യാൻ അനുവദിക്കില്ല. മറ്റൊരു സ്റ്റേറ്റിലോട്ടോ മറ്റൊരു അലോട്ട്മെൻറ്റിലോട്ടോ മാറ്റം ഉണ്ടാവില്ല, അവിടെ തന്നെ ആയിരിക്കും 5.5 വർഷം പഠിക്കുന്നത്. സാർ, അതുപോലെ കൃത്യമായ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക പറയുന്നതിൽ ശിവൻ സാറിന് വലിയൊരു പ്രാവീണ്യമുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ 2ാമത്തെ അലോട്ട്മെൻറ്റിൽ എത്രത്തോളം വന്നു, അതുപോലെ തന്നെ ഇനിയുള്ള അലോട്ട്മെൻറ്റുകളിൽ എത്രത്തോളം വരാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ? നമുക്കിപ്പം 2ാം ഘട്ട അലോട്ട്മെൻറ്റിലാണ് വിവിധ സംസ്ഥാനങ്ങളുടെ സ്റ്റേറ്റ് കോട്ട സീറ്റുകളും വർദ്ധിച്ചിരിക്കുന്നത്. കർണാടകം, അതുപോലെ തന്നെ രാജസ്ഥാൻ, പഞ്ചാബ്, അങ്ങനെയുള്ള ധാരാളം സ്റ്റേറ്റുകളിൽ സ്റ്റേറ്റ് കോട്ട സീറ്റുകളും 2ാം ഘട്ടത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓൾ ഇന്ത്യയിൽ നല്ല രീതിയിലുള്ള മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സാധാരണ ഒരു 1000 റാങ്കിൻ്റെ വ്യത്യാസമൊക്കെ വരാറുള്ളൂ ലാസ്റ്റ് റാങ്കിൽ. ഇപ്പം 2ാം ഘട്ടത്തിൽ നമുക്കറിയാം 24,300 വരെയാണ് തെലങ്കാനയിൽ നമ്മൾ കുട്ടികളുടെ പ്രവേശനത്തിൻ്റെ ലാസ്റ്റ് റാങ്ക്, ജനറൽ വിഭാഗത്തിൻ്റെ. OBC 25,000 വരെയും, EWS 28,000 വരെയും. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു മാറ്റമാണെങ്കിൽ ഒരു 1000 റാങ്കിൻ്റെ മാറ്റമേ വരാറുള്ളൂ. പക്ഷേ ഇത്തവണ നമ്മളൊരു 2,000, 2,500, 3,000 റാങ്ക് വരെയൊക്കെ വേണമെങ്കിൽ 3ാം ഘട്ടത്തിൽ മാറ്റം പ്രതീക്ഷിക്കാം. അത്രത്തോളം സീറ്റുകൾ ഓൾ ഇന്ത്യ തലത്തിലും സ്റ്റേറ്റിൻ്റെ തലത്തിലും മാറ്റം വന്നിട്ടുണ്ട്. സാർ, അതുപോലെ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ അത് എത്രത്തോളമായി നിൽക്കുന്നു, അതിൻ്റെ ഒരു കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിന് സാറിന് എന്തെങ്കിലും പറയാം? കേരളത്തിൽ 14 ഗവൺമെൻറ് കോളേജുകളും 20 സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 150 സീറ്റോടുകൂടി കേരള മെഡിക്കൽ കോളേജ് പാലക്കാട് മങ്ങാട് പുതിയൊരു കോളേജ് കൂടി വന്നിട്ടുണ്ട്. അത് മുഴുവൻ മെറിറ്റ് സീറ്റാണോ സാർ? അല്ല, അത് മുസ്ലിം മൈനോറിറ്റി കോളേജുകളാണ്. മുസ്ലിം മൈനോറിറ്റി കോളേജാണ്. 150 സീറ്റിൽ 75 സീറ്റ് മുസ്ലിം മൈനോറിറ്റിക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. 75 സീറ്റാണ് ഓപ്പൺ വിഭാഗത്തിൽ റിസർവേഷൻ്റെ അടിസ്ഥാനത്തിൽ ഫില്ല് ചെയ്യപ്പെടുന്നത്. അത് ഈ അലോട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട്.
അങ്ങനെ ആ ഒരു കോളേജും കൂടെ പുതിയതായിട്ട് വിദ്യാർത്ഥികൾക്ക് ആഡ് ചെയ്യാം. അതിന് നോട്ടിഫിക്കേഷൻ ഓൾറെഡി കേരളത്തിൻ്റെ MBBS BDSൻ്റെ 3ാം ഘട്ടത്തിൻ്റെ ഓപ്ഷൻ കൺഫർമേഷൻ ഇപ്പോൾ സൈറ്റിൽ ആരംഭിച്ചിട്ടുണ്ട്. കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ 14-ാം തീയതി 10 മണി വരെയാണ് ഓപ്ഷൻ കൺഫർമേഷനുള്ള അവസരം. സാർ, അപ്പോൾ ഇതിൽ ആർക്കൊക്കെ പങ്കെടുക്കാൻ സാധിക്കും? കേരളത്തിൽ തന്നെ ഓൾറെഡി MBBS BDS എടുത്തു നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഹയർ ഓപ്ഷൻ നിൽക്കുന്നുണ്ട്, ചെറിയൊരു മാറ്റം ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ ഹയർ ഓപ്ഷൻ നിൽക്കുന്ന എല്ലാവർക്കും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാം. ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല, അവർക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താം. അതുപോലെ തന്നെ അലൈഡ് കോഴ്സുകളിൽ അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നവർക്കുണ്ട്, അവർക്കും ഈ MBBS BDSൻ്റെ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാം. MBBS BDS പ്രവേശനം ആഗ്രഹിക്കുന്നവരും ഓൾറെഡി അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നവർക്കെല്ലാം 3ാം ഘട്ടം വരെ എല്ലാവർക്കും പങ്കെടുക്കാം. 3ാം ഘട്ടം കഴിയുമ്പോഴേ ഉള്ളൂ റെസ്ട്രിക്ഷൻസ്. ഓൾ ഇന്ത്യയിൽ പങ്കെടുത്തവർക്ക് പറ്റില്ല, ഓൾ ഇന്ത്യയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ എല്ലാം 3ാം ഘട്ടം കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ. സാർ, അപ്പോൾ ഇതിൻ്റെ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നത്തേക്കായിരിക്കും? 14-ാം തീയതി 10 മണി വരെ ഓപ്ഷനുകൾ പുനർക്രമീകരിക്കാൻ, ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള അവസരമുണ്ട്, കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. 15-ാം തീയതി രാത്രിയാകുമ്പോഴത്തേക്കും ആദ്യത്തെ പ്രൊവിഷണൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആർക്കൊക്കെയാണ് കോളേജ് മാറ്റം കിട്ടിയിരിക്കുന്നത്, ആർക്കൊക്കെയാണ് പുതിയതായിട്ട് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെന്നൊക്കെ വ്യക്തമാകും. തൊട്ട് പിറ്റേ ദിവസം 16-ാം തീയതി മുതൽ 22-ാം തീയതി വരെ കോളേജുകളിൽ ചെന്ന് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ കോളേജ് മാറ്റം കിട്ടിയിട്ടുണ്ട്, ആദ്യത്തെ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം മേടിച്ച് പുതിയ കോളേജിൽ 22-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കാം. അതാണ് ലാസ്റ്റ് ഡേറ്റ്. അതാണ് 3ാം ഘട്ടത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. സാർ, അപ്പോൾ ഇതോടുകൂടി ഇത്തവണത്തെ MBBS BDSൻ്റെ ഒരു അഡ്മിഷന് പരിസമാപ്തിയാവുകയാണെന്ന് ഒരു 99% സീറ്റുകളും കേരളത്തിൽ ഇതോടുകൂടി തീരും. പിന്നെ ഈ പുതിയ കോളേജിൽ ചിലപ്പം 10-15 സീറ്റുകൾ വേക്കൻസി വന്നേക്കാം. അങ്ങനെ മൊത്തത്തിലൊരു 25 സീറ്റോട് കൂടിയൊക്കെ, നമ്മൾ ആ പറയുന്ന എണ്ണമൊന്നും കൃത്യമാണെന്നില്ല, കാരണം ചേരാത്തവരുടെ എണ്ണമാണ് എങ്കിലും, കാരണം അത്രയും പരിമിതമായിരിക്കും സ്ട്രേ വേക്കൻസിയിൽ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 25-30 സീറ്റുകളൊക്കെ ആയിരിക്കും സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ ഗവൺമെൻറ്റിൽ ഒഴിവ് വരാനുള്ളത്. ഗവൺമെൻറ് കോളേജുകളിലും 4-5 സീറ്റുകളൊക്കെ ആയിരിക്കും മാക്സിമം ഒഴിവ് വരാനുള്ള അവസരം. അത് എത്രയാണെന്നുള്ളത് 22-ാം തീയതിക്ക് ശേഷം കേരളയുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ഓരോ കോളേജുകൾ, കോട്ടയം മെഡിക്കൽ കോളേജ് ഓപ്പൺ കാറ്റഗറിയിൽ 1 സീറ്റ്, ഈഴവ കാറ്റഗറിയിൽ 1 സീറ്റ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ മുസ്ലിം മൈനോറിറ്റി, ഇന്ന കാറ്റഗറിയിൽ ഇന്ന ഒഴിവുണ്ടെന്നുണ്ടാവും. 1 സീറ്റും കിട്ടാത്തവർക്ക്, 3ാം ഘട്ടത്തിൽ 1 സീറ്റും അലോട്ട്മെൻറ്റിലും വരാത്തവർക്ക്, അവർക്കൊക്കെ ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പങ്കെടുക്കുമ്പോൾ അത് കിട്ടിയാൽ നിർബന്ധമായിട്ട് പോകണം. ഇതുവരെ നമുക്ക് പോകണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല, അലോട്ട്മെൻറ്റ് സ്ട്രേ വേക്കൻസിയിൽ കിട്ടിയാൽ നിർബന്ധമായിട്ട് പോകണം. ഇല്ല, ലിക്വിഡേഷൻ ഡാമേജിൻ്റെ പരിധിയിൽ വരും. 2026 എൻട്രൻസിനെ ബാധിക്കുകയും ചെയ്യും. സാർ, അതുപോലെ തന്നെ ഈ സ്ട്രേ വേക്കൻസി നടക്കുമ്പോൾ അത് ഓൾ ഇന്ത്യയിലും കേരളത്തിലും ഒരുപോലെ തന്നെയാണ്? ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. വേക്കൻസി ലിസ്റ്റ് ഇടുന്നതും ഓപ്ഷൻ കൊടുക്കേണ്ട ഡേറ്റിൽ ഏതാണ്ട് ഒരുപോലെ തന്നെ വരും. 22-ാം തീയതിക്ക് ശേഷം ഒരുപോലെ വരും. ഓൾ ഇന്ത്യയുടെ ഒഴിവുകൾ കാണിക്കും, അതിനകത്ത് നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. പക്ഷേ അലോട്ട്മെൻറ്റ് ആദ്യം വരുന്നത് ഓൾ ഇന്ത്യയുടെയാണ്. ഓൾ ഇന്ത്യയുടെ അലോട്ട്മെൻറ്റ് വന്നിട്ട് അതിൽ അലോട്ടഡ് ആയവരെയും കൂടെ കേരളത്തിൽ നിന്ന് ഒഴിവാക്കും. എന്നിട്ടേ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുള്ളൂ. കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിൻ്റെയും ഓപ്ഷൻ കൊടുക്കുന്ന ഒരുമിച്ചായിരിക്കും. പക്ഷേ അലോട്ട്മെൻറ്റ് വരുന്നത് ആദ്യം ഓൾ ഇന്ത്യയുടെ വരും. ആ ഓൾ ഇന്ത്യയിൽ അലോട്ട്മെൻറ്റ് വന്നവരെ പോലും ഒഴിവാക്കിയിട്ട് കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഓൾ ഇന്ത്യയിൽ തെലുങ്കാനയിലോ ത്രിപുരയിലോ നാഗാലാൻഡിലൊക്കെ ഒഴിവുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ വെറുതെ കയറി എല്ലാം കൊടുത്തു. കേരളത്തിലും ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കട്ടെ. ഈ ഓൾ ഇന്ത്യയിൽ ത്രിപുരയും നാഗാലാൻഡും ഒക്കെ അലോട്ടഡ് ആയാൽ പോലും കേരളത്തിൻ്റെ സ്ട്രേ വേക്കൻസി നമ്മൾ ഔട്ടാവും. അപ്പോൾ സ്ട്രേ വേക്കൻസി കൊടുക്കുമ്പോൾ പോലും നമ്മൾ പോകാവുന്നതേ കൊടുക്കാവുള്ളൂ, അല്ലെ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ നിന്ന് ഔട്ടാവും. സർ, അതുപോലെ തന്നെ ഈ തേർഡ് അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന ചില വിദ്യാർത്ഥികളുള്ളൊരു സംശയമാണ്, ഓൾ ഇന്ത്യയിൽ നിന്ന് കേരളത്തിലെ അലോട്ട്മെൻറ്റിലേക്ക് മാറാൻ സാധിക്കുമോ? നോട്ടിഫിക്കേഷനിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് അത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? തീർച്ചയായിട്ടും മുൻ വർഷങ്ങളിൽ 2022-ലും 2021-ലും ഒക്കെ MCC നിർബന്ധമായിട്ട് പറയുമായിരുന്നു സീറ്റുകൾ വെറുതെ വേക്കൻ്റ് ആകാതിരിക്കാനായിട്ട് ഓൾ ഇന്ത്യ അലോട്ടഡ് ആയവരെ ഒഴിവാക്കിയിട്ടേ തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നുള്ളത് നേരത്തെ പറയാറുണ്ട്. പക്ഷേ ഈ 2024-ലോ 25-ൽ ഇതുവരെയോ ഓൾ ഇന്ത്യയുടെ കൗൺസിലിംഗ് ബ്രോഷറിലോ ഇതുവരെയോ അങ്ങനെ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ 4-ാം ഘട്ടത്തിൽ പറയും അലോട്ടഡ് ആയവരെ ഒഴിവാക്കണമെന്ന് പറയും. ഇതുവരെ നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ല ഓൾ ഇന്ത്യ അലോട്ടഡ് ആയവരെ കേരളത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നൊരിതില്ല. പക്ഷേ എൻട്രൻസ് കമ്മീഷൻ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത് അങ്ങനെ വന്നാൽ, അങ്ങനെ MCC പറഞ്ഞാൽ ഒഴിവാക്കുമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വരുമെന്ന് പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഓൾ ഇന്ത്യയിലും കേരളത്തിലും ഒരുപോലെ നമുക്ക് നമ്മുടെ സാധ്യതകൾ നോക്കാവുന്നതാണ്.
സാർ അതുപോലെ തന്നെ ഈ MBBS അഡ്മിഷൻ പോലെ തന്നെ മറ്റ് മേഖലയിൽ മെഡിക്കൽ അലൈഡ് മറ്റ് കോഴ്സുകളിലേക്കൊക്കെ അഗ്രികൾച്ചർ വെറ്ററിനറി അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ വർഷം കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഉള്ള ഇപ്പൊ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചല്ലോ. അതെ, അതിനുശേഷം കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഈ റാങ്കുകളിലെ വേരിയേഷൻസ് ഇതിനെ കുറിച്ചൊക്കെ വളരെ കുറവാണ്. കാരണം കഴിഞ്ഞ വർഷം ഒരു 15,000 പോയിരിക്കുന്ന ഇത്തവണ ഒരു 12,000 പോയിട്ടുള്ളൂ. കൂടുതൽ വിദ്യാർത്ഥികളും ചേരുകയാണ് ചെയ്തിരിക്കുന്നത്. അത് മെഡിക്കൽ പ്രൊഫഷണൽ ഇത്തവണത്തെ എന്തോ ഒരു വലിയ പ്രത്യേകതയാണ്. ഇപ്പം ഗവൺമെൻറ് MBBS ആണെങ്കിലും BDS ഗവൺമെൻറ് സെൽഫാണെങ്കിലും സെൽഫ് ഫിനാൻസിങ് MBBS ആണെങ്കിലും അഗ്രികൾച്ചർ വെറ്ററിനറി ആയുർവേദം പോലെയുള്ളതാണെങ്കിലും ഓൾ ഇന്ത്യ കോട്ടയാണെങ്കിലും മെഡിക്കൽ കോഴ്സുകൾക്ക് എന്തോ ഇത്തവണ അഡ്മിഷൻ എടുക്കുന്നവരുടെ എണ്ണം 100% അലോട്ടഡ് ആയവരെല്ലാം അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്തോ ഈ വർഷത്തെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ അലൈഡ് കോഴ്സിൽ അഗ്രികൾച്ചർ വെറ്ററിനറി ആയുർവേദ ഹോമിയോയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളെക്കാളും 4,000 റാങ്ക് വ്യത്യാസത്തിലാണ് ഇത്തവണ അലോട്ട്മെൻറ്റ് തീർന്നിരിക്കുന്നത്. ഇനി ബാക്കി ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ നടക്കാനുണ്ട്, CUET വെച്ചിട്ട് ഓൾ ഇന്ത്യ വെറ്ററിനറി നടക്കാനുണ്ട്. അതുപോലെ തന്നെ MBBS BDSൻ്റെ അടുത്ത അലോട്ട്മെൻറ്റ് നടക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് അലോട്ട്മെൻറ്റ് തീരുന്ന മുറയ്ക്ക് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കിൻ്റെ അടുത്ത് വരെ എത്തുമായിരിക്കും. നിലവിൽ മുൻ വർഷങ്ങളെക്കാളും കുറഞ്ഞ റാങ്കിനാണ് ഇപ്പോൾ അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ഘട്ടം ഇപ്പോൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് 10-ാം തീയതിക്കുള്ളിൽ എല്ലാവരും കോളേജുകളിൽ ജോയിൻ ചെയ്യണം. സർ, ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് MBBS BDSലേക്ക് സ്ട്രേ വേക്കൻസിയിൽ മാറാൻ സാധിക്കും? തീർച്ചയായിട്ടും. ഈ അഗ്രികൾച്ചർ വെറ്ററിനറി ആയുർവേദം പോലെയുള്ളവർക്ക് പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും വേണമെങ്കിൽ ഇതിൻ്റെ 3-ാം ഘട്ടത്തിലോ MBBS BDSൻ്റെ 3-ാം ഘട്ടത്തിലോ 4-ാം ഘട്ടത്തിലോ പങ്കെടുക്കാം. അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് മാറാം, യാതൊരു കുഴപ്പവുമില്ല. അടച്ച ഫീസ് എനിക്ക് ചിലപ്പോൾ കിട്ടാൻ പാടായിരിക്കും, കാരണം 2 ഘട്ടം കഴിഞ്ഞല്ലോ. അടച്ച ഫീസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് MBBS BDSൻ്റെ 3-ാം ഘട്ടത്തിലോട്ടോ 4-ാം ഘട്ടത്തിലോട്ടോ ഈ കുട്ടികൾക്കെല്ലാം തന്നെ വരാം. സാർ, അതുപോലെ അവർക്ക് തിരിച്ചിനി മറ്റ് മെഡിക്കൽ BDSൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കുമോ? അത് ഇപ്പം കേരള എൻട്രൻസ് കമ്മീഷന്റെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 14-ാം തീയതി 10 മണി വരെ മാത്രമേ ഉള്ളൂ. നിലവിൽ MBBSലോ BDSലോ ചേർന്നിട്ട് ഒന്നെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് പോകണം, അല്ലെങ്കിൽ അഗ്രികൾച്ചർ വെറ്ററിനറി പോലെയുള്ളതിലോട്ട് മാറണം, അല്ലെങ്കിൽ ഈ വർഷം എനിക്ക് സീറ്റ് വേണ്ട എന്നൊക്കെ ഉള്ളവർക്കുള്ള അവസാന അവസരം ചേർന്നവർക്ക് 14-ാം തീയതി 5 മണി വരെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കോളേജിൽ പോയി ചേരുകയെന്നിരിക്കട്ടെ, 14-ാം തീയതി 5 മണി കഴിഞ്ഞിട്ട് നമ്മൾ സെൽഫ് ഫിനാൻസിങ് MBBSോ സെൽഫ് ഫിനാൻസിങ് BDSോ ഗവൺമെൻറ് BDSലൊക്കെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ക്വിറ്റ് ചെയ്യാനായിട്ടൊരു അവസരമില്ല. അഗ്രികൾച്ചർ വെറ്ററിനറി കിട്ടിയാലും അങ്ങോട്ട് മാറാനാവില്ല, ഓൾ ഇന്ത്യ വെറ്ററിനറി ഒന്നും കിട്ടിയാൽ മാറാനാവില്ല. ലിക്വിഡേഷൻ ഡാമേജിൻ്റെ പരിധിയിൽ വരും, റിസൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. 14-ാം തീയതി 5 മണിക്കുള്ളിൽ നിലവിലുള്ള സീറ്റ് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കണം. സർ, ഒരുപക്ഷെ അങ്ങനെ വേണ്ടെന്ന് വെക്കുന്നത് ശരിക്കും ഒരു ഉചിതമായ നടപടിയാണോ? ഒരിക്കലും ഇല്ല. കാരണം ഇനി മറ്റൊരു സീറ്റ് കിട്ടിയാൽ വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം. പക്ഷേ അല്ലെങ്കിൽ ഇനി ഈ വർഷം വേണ്ട, ഞാൻ ഈ വർഷം ഇപ്പം സെൽഫ് ഫിനാൻസിങ് BDSലാണ് നിൽക്കുന്നത്, ഇനി എനിക്ക് ഈ വർഷം വേണ്ട, ഞാൻ 2026 എഴുതിക്കോളാം എന്നൊക്കെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. അല്ലാതെ ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് 4-ാം ഘട്ടത്തിൽ ഒരു സീറ്റ് ബെറ്ററായിട്ട് കിട്ടുമെന്ന് വിചാരിച്ച് ദയവായിട്ട് ഉള്ള സീറ്റ് കളയരുത്. കിട്ടുവാണെങ്കിൽ മാറാം, അല്ലാതെ ഒരു സീറ്റ് കിട്ടാതെ കിട്ടുമെന്ന് വിചാരിച്ച് ക്വിറ്റ് ചെയ്യുന്നത് ഒരിക്കലും നല്ല നടപടിയല്ല. സാർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ റാങ്കിൻ്റെ വേരിയേഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു 2,000 റാങ്കിൻ്റെങ്കിലും പുറകിലാണ്. കഴിഞ്ഞ തവണ ഒരു 15,000 കിട്ടുമായിരുന്നെങ്കിൽ ഇത്തവണ ഇതൊരു 12,000 റാങ്കിന് അലൈഡ് കോഴ്സ് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, കൂടുതൽ പേരും ചേർന്നു. അതെ, അതുപോലെ പുതിയതായിട്ട് പാലക്കാട്, മങ്ങാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പുതിയ കോളേജ് വരുന്നു. അതെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫീസും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഈ മെഡിക്കൽ മേഖലയിൽ MBBSന് എത്രത്തോളം റാങ്കിൽ വേരിയേഷൻസും കാര്യങ്ങളും? കേരളത്തിൽ ഇപ്പം പാലക്കാട് 21-ാമതായിട്ടൊരു മെഡിക്കൽ കോളേജ് പുതിയതായിട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ 10,100 ജനറൽ മെറിറ്റ് തീർന്ന ലാസ്റ്റ് റാങ്ക്. അത് ഈ കോളേജും കൂടെ വരുമ്പോഴേക്കും ഒരു 11,000 എത്താനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. മുസ്ലിം വിഭാഗത്തിന് ഏതാണ്ട് 14,000 വരെ, മുസ്ലിം മൈനോറിറ്റി കോളേജ് ഏതാണ്ട് 14,000 അടുത്ത് വരെ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്ത്യൻ മൈനോറിറ്റി 13,100 വരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈഴവ BH കാറ്റഗറിയൊക്കെ ഏതാണ്ട് 11,000 അടുത്ത് തന്നെ ആയിരിക്കും തീരാനുള്ള ഒരു സാധ്യത. ഗവൺമെൻറ് മേഖലയിൽ കാസർഗോഡും വയനാടും 50 സീറ്റ് വെച്ച് 100 സീറ്റാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ 15% ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് പോയി. ബാക്കിയുള്ള സീറ്റ് വെച്ചിട്ട് റിസർവേഷൻ കാറ്റഗറിയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഗവൺമെൻറ് തലത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഓൾ ഇന്ത്യ കോട്ടയുടെ 3-ാം ഘട്ടം നടക്കുമ്പോഴേക്കും കുറച്ച് സീറ്റുകൾ മെറിറ്റ് സീറ്റിൽ ഇപ്പോൾ 861 സ്റ്റേറ്റ് മെറിറ്റ് തീർന്നിരിക്കുന്നത് കേരളത്തിൽ. അതൊരു ചെറിയ മാറ്റവും കൂടിയൊക്കെ കേരളത്തിൽ ഇനി ഗവൺമെൻറ് മേഖലയിൽ വരാനായിട്ടുള്ളൂ. പക്ഷേ കേരളത്തിലൊരു കോളേജ് ഓൾ ഇന്ത്യ വഴി കിട്ടാൻ ഒത്തിരി സാധ്യതയുമുണ്ട്. കേരളത്തിലെ
കോഴിക്കോടും തിരുവനന്തപുരം ഒഴിച്ചുള്ള എല്ലാ കോളേജുകളിലും ഓൾ ഇന്ത്യ സീറ്റുകൾ ധാരാളം വേക്കൻസി ഉണ്ട്. അപ്പോൾ തേർഡ് റൗണ്ടിലും സ്റ്റേ വേക്കൻസിലും ഒക്കെ കേരളത്തിലൊരു കോളേജ് കിട്ടാനുള്ള സാധ്യത കൂടുതലുമാണ്. സാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സമയം പോകുന്നത് നമ്മൾ അറിയുന്നേ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ജെയ്മെയിനൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പം 2026 ജനുവരി അവസാനത്തെ ആഴ്ചയിൽ ജെയ്മെയിൻ ആദ്യത്തെ സെഷൻ നടക്കും. അതിന് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. സാർ അതിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മെഡിക്കൽ ആസ്പിരൻസ് ജെയ് എങ്ങനെ നോക്കിക്കാണണം എന്നാണ് സാർ പറയുന്നത്? ഒന്നാമത്തത് നമുക്കറിയാം 2026 പോലുള്ളൊരു കാലഘട്ടത്തിൽ നമ്മളെല്ലാ സാധ്യതകളും, ഇപ്പം നീറ്റ് ആസ്പിരൻ്റ് ആണ്, മെഡിക്കൽ ആസ്പിരൻസ് ആണെങ്കിലും നമ്മളെല്ലാ സാധ്യതകളും നമ്മൾ കവർ ചെയ്യണം. ജെയ്, കേരള എഞ്ചിനീയറിംഗ്, കുസാറ്റ്, ഐസർ, നൈസർ, എയിംസ് BSc നഴ്സിംഗ്, CUET, നീറ്റ്, അങ്ങനെയുള്ള എല്ലാം പരിശോധിച്ചിട്ട് അതിനകത്ത് ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതായിരിക്കും കിട്ടുന്നത്, അതിൻ്റെ സാധ്യതകളെ നമ്മൾ വിലയിരുത്തേണ്ട സമയമായിട്ടുണ്ട്. അവിടെ പ്രവേശനം നേടേണ്ടതിൻ്റെ ആവശ്യകതയും വരുന്ന കാലഘട്ടങ്ങളിൽ അത്യാവശ്യമായി വരും. ഒരു കോഴ്സിനോ പ്രത്യേകിച്ചൊരു കോളേജിനോ മാത്രം പ്രാതിനിധ്യം വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സമയമല്ല ഇനി വരുന്നത് ഒരു ഘട്ടത്തിൽ. പിന്നെ മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ നാഷണൽ ലെവലുള്ള എക്സാമുകൾ എത്രത്തോളം എഴുതുന്നത്2NEET പോലൊരു എക്സാമിന് വളരെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. കാരണം നമുക്ക് അറിയാം നീറ്റിന് ആ ഒരു ദിവസത്തെ പെർഫോമൻസിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം ജെഇ നമുക്ക് രണ്ട് എക്സാം എഴുതുന്നത് ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുന്ന ഒരു എക്സാമിന് ഫിസിക്സ് കെമിസ്ട്രി NTA തന്നെയല്ലേ നടത്തുന്നത്. അപ്പം ഫിസിക്സ് കെമിസ്ട്രി നാഷണൽ ലെവലിൽ എക്സാം എഴുതുന്നത് വളരെ നല്ലത് തന്നെയാണ്. എത്രത്തോളം അവനവൻ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത് തീർച്ചയായിട്ടും തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓൺലൈൻ എക്സാം അല്ലേ, നല്ല രീതിയിൽ തന്നെ എഴുതാനായിട്ട് സാധിക്കുകയും ചെയ്യും. ജെഇ മെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ജനറൽ വിഭാഗത്തിന് ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റിപ്പീറ്റഡ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ എല്ലാവരും ജെഇ നീറ്റും ഒക്കെ എഴുതിയവരുണ്ട്, അവരുടെ ആധാർ അപ്ഡേറ്റഡ് ആയിരിക്കും. അവരുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EW സർട്ടിഫിക്കറ്റ് ഒക്കെ അവരുടെ ഉണ്ട്. അത് മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം പുതിയതായിട്ട് നമ്മുടെ പ്രേക്ഷകർ, അതായത് ഈ വർഷം ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ, അത് നീറ്റ് ആണെങ്കിലും ജെഇ ആണെങ്കിലും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം. അത് അത്യാവശ്യമാണ്. കാരണം ആധാർ അപ്ഡേറ്റഡ് ആണെങ്കിൽ ഇപ്പം വിദേശത്തുള്ളവർക്ക് സാഹചര്യം നമുക്ക് നിലവിൽ ഇവിടെ വന്ന് ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെന്നറിയാം. അല്ലാതെ കേരളത്തിലുള്ളവർ അല്ലെ ഇന്ത്യയിലുള്ളവർ ഏത് നാഷണൽ ലെവൽ എക്സാം എഴുതണമെങ്കിലും അതിൻ്റെ അഡ്മിഷൻ എടുക്കണമെങ്കിലും ആധാർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഫോട്ടോ ID പ്രൂഫായിട്ടും പേരിൻ്റെ രീതിയിലും. അപ്പോൾ 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ പേരെന്താണോ, കാൻഡിഡേറ്റിൻ്റെ പേരെന്താണോ സെയിം ആധാറിലും പേരാകാൻ ശ്രദ്ധിക്കുക. ആധാർ നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യണം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജെഇ എഴുതിയവരാണെങ്കിൽ അതിൻ്റെ ആവശ്യകത ഉണ്ടാകില്ല. ഈ ഒരു 2-3 വർഷത്തിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് വേണ്ട. ഞാൻ പറഞ്ഞത് കൊച്ചിലത്തെ ഫോട്ടോയാണ്, കുഞ്ഞിലായിട്ടാണ് ആധാർ ചെയ്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യണം. റീസെൻ്റായിട്ട് ഒരു 2-3 വർഷത്തിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്യണം, പിന്നെയും പോയി അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല. അവർക്ക് ആ ബയോമെട്രിക് കിട്ടിയാൽ മതിയല്ലോ, ഫോട്ടോയും ഏകദേശം തിരിച്ചറിയാൻ പറ്റിയാൽ മതിയാകും. അതല്ല വളരെ കൊച്ചിലെ എടുത്ത ഫോട്ടോയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഇടയ്ക്കെങ്ങും ആധാർ കഴിഞ്ഞൊരു 2-3 വർഷമായിട്ടൊന്നും ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതും ഒരു മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യുന്നതും അത്യാവശ്യമാണ്. നമ്മുടെ നീറ്റ് എഴുതുന്നവരാണെങ്കിലും ജെഇ എഴുതുന്നവരാണെങ്കിലും ഒക്കെ അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ, ഇപ്പോൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ അവർ കഴിഞ്ഞ വർഷം എടുത്ത സർട്ടിഫിക്കറ്റിൽ അവരുടെ ഉണ്ട്, അത് മതി. പുതിയതായിട്ട് ബോർഡ് എക്സാം എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എടുക്കണം. EWS ആണെങ്കിലും NCL ആണെങ്കിലും SC ആണെങ്കിലും ST ആണെങ്കിലും ഭിന്നശേഷി PWD ആണെങ്കിലും ഇപ്പോഴേ നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുക്കണം. ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പം സർട്ടിഫിക്കറ്റുകളും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സാർ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജനറൽ കാറ്റഗറിയിൽ നിന്ന് തന്നെ വെച്ചാൽ പോരെ, അതോ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് നമ്മുടെ കാറ്റഗറിയൊക്കെ വേറെ എന്തെങ്കിലും ആണെങ്കിലും അത് റാങ്കിൻ്റെ സമയത്തൊക്കെ നോക്കിയാൽ മതിയായിരിക്കും? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇപ്പം നമുക്ക് ജെഇക്ക് എത്ര സ്കോർ കിട്ടും അല്ലെങ്കിൽ നീറ്റിന് എത്ര സ്കോർ കിട്ടും നമുക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെ ഒരു പിന്നീട് നമ്മൾ കാറ്റഗറി കൊടുത്താൽ പോരെ. ഇപ്പം ഈഴവയാണ് പക്ഷെ അത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല, നോൺ ക്രിമിനൽ കിട്ടുമെന്ന് ഉറപ്പില്ല, അല്ലെ EWS കിട്ടുമെന്ന് ഉറപ്പില്ല. അപ്പോൾ ഇപ്പം ഞാൻ ജനറൽ എന്ന് വെക്കുന്നു, അല്ലെ ഇപ്പം ഞാൻ OBC എന്ന് വെക്കുന്നു, എന്നിട്ട് പിന്നെ കാറ്റഗറി ഒക്കെ അഡ്മിഷൻ സമയമാകുമ്പോൾ കൺഫേം ചെയ്താൽ പോരെയും ചോദിക്കുന്നുണ്ട്. ഒരു കാരണവശാലും അത് സമ്മതിക്കില്ല. അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് കാറ്റഗറി വെക്കുന്നോ അതായിരിക്കും നമ്മുടെ അഡ്മിഷൻ സമയം. ഇപ്പം നമ്മൾ ജെഇ ആണെങ്കിൽ ഈ ഒക്ടോബറിൽ നമ്മൾ എന്ത് കാറ്റഗറി പറയുന്നോ അത് തന്നെ ആയിരിക്കും ജെഇ മെയിൻ ഫസ്റ്റ് സെഷൻ, ജെഇ മെയിൻ സെക്കൻഡ് സെഷൻ, ജെഇ അഡ്വാൻസ്ഡ്. ഒരു കാരണവശാലും കാറ്റഗറി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ അനുവദിക്കില്ല. OBCയിലോട്ട് മാറ്റാനും അനുവദിക്കില്ല, OBC അല്ലെങ്കിൽ ജനറലിലോട്ട് മാറ്റാനും അനുവദിക്കത്തില്ല. നീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫെബ്രുവരിയിൽ നമ്മൾ നീറ്റ് ജനറൽ എന്ന് വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അഡ്മിഷൻ സമയത്ത് അത് OBC എന്നോ EWS എന്നോ ചേഞ്ച് ചെയ്യാനായിട്ടാവില്ല. ഒരു പരിധി വരെ റിസർവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ജനറലിലോട്ട് ചേഞ്ച് ചെയ്യാം. പക്ഷേ അതും
ഒരൊറ്റ അവസരം മാത്രമേ ഉള്ളൂ. കാറ്റഗറി കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അപേക്ഷിക്കുമ്പോൾ തന്നെ കൃത്യമായ കാറ്റഗറിയിൽ അപേക്ഷിക്കുന്നതാണ് 100% നല്ലത്. പിന്നീട് തന്നെ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കരുത്. സർ, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അബ്രോഡിൽ നിന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ നമുക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം കൊണ്ടും നമ്മുടെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ഏറ്റവും അധികം ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് വിദേശത്തുള്ളവരാണെന്നാണ് നമുക്ക് ഇതുവരെയുള്ള നമ്മളുടെ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഈ വർഷം ഓൾ ഇന്ത്യ കോട്ട വഴിയാണെങ്കിലും കേരള കോട്ട വഴിയൊക്കെ ആണെങ്കിലും അഡ്മിഷൻ എടുത്ത ബഹുഭൂരിപക്ഷവും പേരൻസ് വിദേശത്തു നിന്നുള്ളവരാണ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ അവർക്ക് അവിടെ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അലോട്ട്മെൻറ്റിനെ കുറിച്ചും സർട്ടിഫിക്കറ്റുകളെ കുറിച്ചും അപേക്ഷയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റിയെന്ന് പറയുന്നത് വലിയ ആശ്വാസമായിട്ടാണ് അവർ പറയാറുള്ളത്. അപ്പോൾ സാർ, ഇപ്പോൾ ഇത്തവണ പുതിയ ഒരുപാട് വിദേശത്തു നിന്നുള്ള ഒരുപാട് പ്രേക്ഷകർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന വർഷങ്ങളിൽ ജെഇ നീറ്റൊക്കെ എഴുതാൻ പോകുന്നത് അവർക്കൊരു പക്ഷേ നമുക്ക് പറഞ്ഞു കൊടുക്കാം ആദ്യം എന്തൊക്കെ കരുതി വെക്കണം ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. ജെഇ ആണെന്നുള്ളത് ഇപ്പോൾ വിദേശത്ത് തന്നെയാണ് കുട്ടിയും. അപ്പോൾ +1 +2 വിദേശത്ത് തന്നെ ചെയ്യുന്നൊരു കുട്ടിയാണെങ്കിൽ, ഇപ്പം നീറ്റ് ആണെങ്കിലും ജെഇ ആണെങ്കിലും അവർക്ക് പാസ്പോർട്ട്, വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ആധാറൊന്നും നിർബന്ധമില്ല. അവർക്ക് തീർച്ചയായിട്ടും അത് വെച്ച് തന്നെ അപ്ലൈ ചെയ്യാനും പരീക്ഷ എഴുതാനും ഒക്കെ നല്ലതാണ്. പക്ഷേ ഈ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ കിട്ടുമെങ്കിൽ OBCയോ NCL തഹസീൽദാരിൽ നിന്നുള്ള അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള ഒക്കെ ഉണ്ടെങ്കിൽ കേരളയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നീറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ, ജെഇക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വേണം. അപ്പോൾ ചിലർക്കെങ്കിലും വിദേശത്താണെങ്കിലും ഒരു ധാരണയുണ്ട് നോൺ ക്രിമിനൽ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത്. അത് ബന്ധപ്പെട്ട റവന്യൂ അധികാരികൾ, വില്ലേജ് ഓഫീസറോ തഹസീൽദാരുടെ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുക അല്ലേ. കറണ്ട് സ്റ്റാറ്റസ് അനുസരിച്ച് എനിക്ക് NCL കിട്ടുമോ, അല്ലാതെ വരുമാനം മാത്രമല്ലല്ലോ അതിനകത്ത്, കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നല്ലേ നോക്കുന്നത്. അപ്പോൾ അതൊക്കെ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ റെഡിയാക്കി വെക്കണം. ബാക്കി ആധാറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അത്രത്തോളം കെയർ ചെയ്തില്ല, നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പറ്റും. പക്ഷേ കുട്ടി കേരളത്തിലാണ്, ഇവിടെയാണ് പഠിക്കുന്നത്, പേരൻസ് മാത്രമേ വിദേശത്തുള്ളെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യണം. കാരണം പരീക്ഷ എഴുതാനായിട്ട് വാലിഡ് പാസ്പോർട്ട് ഉണ്ടെങ്കിലും മതിയാകും. പക്ഷേ അതിനേക്കാളും നല്ലത് ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ ജനിച്ച് ഇവിടെ പഠിച്ച ഒരു കുട്ടിക്ക് എന്തൊക്കെ റിസർവേഷൻ കിട്ടുമോ, എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുമോ, എന്തൊക്കെ ഗവൺമെൻറ് സീറ്റ് കിട്ടുമോ അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ്. പലർക്കും ഒരു ധാരണയുണ്ട് വർഷങ്ങളായിട്ട് വിദേശത്താണ്, കുട്ടി ജനിച്ചത് മാത്രമേ ഉള്ളൂ ഇവിടെ, കുട്ടി പഠിച്ചതും വളർന്നതും ഒക്കെ വിദേശത്താണ്. അപ്പം NRI സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ, ഉയർന്ന ഫീസിലുള്ള മാനേജ്മെൻറ്റ് സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ എന്നൊക്കെ പലർക്കും ധാരണയുണ്ട്. അല്ല, ഇവിടെ ജനിച്ച് ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ എല്ലാ ആനുകൂല്യങ്ങളും വിദേശത്താണെന്നുണ്ടെങ്കിലും, അച്ഛനും അമ്മയും വിദേശത്താണല്ലേ, കുട്ടി പഠിച്ച വിദേശത്താണെങ്കിലും നമുക്ക് കിട്ടും. അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. കൂടുതലായിട്ട് നിങ്ങൾക്ക് NRI സീറ്റ് പോലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അതിനും അർഹതയുണ്ടായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ വിദേശത്താണെന്ന് വിചാരിച്ച് ജനറൽ സീറ്റിൻ്റെ കാര്യത്തിലോ ഗവൺമെൻറ് സീറ്റിൻ്റെ കാര്യത്തിലോ റിസർവേഷൻ്റെ കാര്യത്തിലോ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നെഗറ്റീവോ കിട്ടായികയോ ഇല്ല. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണമെന്ന് മാത്രം. സാർ, ഇപ്പോൾ ഒരുപക്ഷെ ജെഇയുടെയും നീറ്റിൻ്റെ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആദ്യമായി ഫേസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമുക്ക് എങ്ങനെ ഇതൊരു പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ കൊടുക്കാൻ? നമ്മുടെ 2 ചാനലുകൾ, നീറ്റിൻ്റെ ചാനലാണെങ്കിലും ജെഇ ചാനലാണെങ്കിലും കൃത്യമായിട്ടും അത് വീക്ഷിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്, അപേക്ഷ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്താണ്, ഫോട്ടോ സിഗ്നേച്ചർ, അതുപോലെ അതിനകത്ത് ഡേറ്റ പൂരിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോ ആപ്ലിക്കേഷനും, നീറ്റ് ജെഇ മാത്രമല്ല, ഐസർ ആണെങ്കിലും നൈസർ ആണെങ്കിലും CUET ആണെന്നുണ്ടെങ്കിലും ബിറ്റ്സാറ്റ് ആണെങ്കിലും ഏതാണ്ട് ഒരു 30ഓളം എൻട്രൻസുകളെക്കുറിച്ചും അത് അപേക്ഷിക്കേണ്ടതിനെക്കുറിച്ചുള്ള കൃത്യമായ ഗൈഡൻസ് നമ്മുടെ ചാനലുകൾ വഴി കിട്ടും. അതിൻ്റെ അഡ്മിറ്റ് കാർഡുകൾ സംബന്ധിച്ച്, അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള എല്ലാ ഗൈഡൻസും നമ്മുടെ ചാനൽ വഴി ലഭ്യമായിരിക്കും. സാർ, ഇപ്പോൾ ജെഇ നീറ്റൊക്കെ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് ഈ വർഷം ബോർഡ് എക്സാം എഴുതുന്നത്, അതെ, അവർക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ എത്രത്തോളം സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ ഏത് റാങ്ക് വരെ അവരെത്തും, അവരുടെ ഒരു ലിമിറ്റേഷൻ എത്രത്തോളം. ചിലർക്കൊക്കെ ഉണ്ടല്ലോ ഈ വർഷം നീറ്റ് എഴുതിയിട്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, 100 മാർക്കായി കഴിഞ്ഞാൽ അത് അടുത്ത വർഷത്തെ ബാധിക്കുമോ, അങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ട്. അതുപോലെ തന്നെ ജെഇ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു അറ്റംപ്റ്റ് പോയില്ലേ, ആകെ 3 അറ്റംപ്റ്റ് ഉള്ളപ്പോൾ ഒരു അറ്റംപ്റ്റ് പോയില്ലേ എന്നൊക്കെയുള്ള ധാരണയുണ്ട്. അപ്പം അതൊക്കെ തെറ്റാണ്. നീറ്റ് അറ്റൻഡ് ചെയ്തു. ഇപ്പോൾ ഈ വർഷം നമ്മളൊരു മെഡിക്കൽ ആസ്പിരൻ്റ് ആണ്, നീറ്റ് വെച്ചൊരു ചാൻസ് ആണെന്നുണ്ടെങ്കിലും ഈ വർഷം തീർച്ചയായിട്ടും നീറ്റ് എഴുതണം. നീറ്റ് എഴുതി അതിൻ്റെ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ, റിസർവേഷൻ സാധ്യതകൾ, അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളെല്ലാം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ഒരു വർഷം ഇതിനായിട്ട് മാറ്റി വെക്കുന്നത് നല്ലതാണെന്ന് അറിയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഒരു എൻട്രൻസിൻ്റെ ഏതെങ്കിലും ഒരു പാറ്റേണിലൂടെ കടന്നു പോയിട്ട്, ക്രാഷ് കോഴ്സ് പോലുള്ള നിരവധി പ്രോഗ്രാമുകൾ കുട്ടികൾക്കുണ്ടല്ലോ, ഓൺലൈനായിട്ടൊക്കെ ഉണ്ട്. അതുപോലെ ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോയിട്ട് ഇതിൻ്റെ എല്ലാ സാധ്യതകളും നന്നായിട്ട് പഠിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ജെഇ
JEE ആണെങ്കിൽ ജനുവരി ആദ്യത്തെ സെഷനായിരിക്കും ഏറ്റവും അധികം നമുക്ക് ഉയർന്ന പെർസെൻറ്റേജ് സ്കോർ മേടിക്കാൻ സാധിക്കുന്നത്. അപ്പം JEE +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും +2 കഴിഞ്ഞിട്ട് 2 സാധ്യതകളുണ്ട്. അതെല്ലാം അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഒരു നല്ല റാങ്കിലോട്ട് നല്ല മാർക്കിലോട്ട് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം +2ൻ്റെ കൂടെ തന്നെ ചെയ്യുന്നത് ഏറ്റവും എഫക്റ്റീവാണ്. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബ്രില്യൻറ്റിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഇന്ത്യയിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചു. JEE ആണെങ്കിലും IIT ആണെങ്കിലും ഈ 300-ലധികം IIT അഡ്മിഷനാണ് നമ്മുടെ ഈ ഒരൊറ്റ സ്ഥാപനത്തിൽ നിന്നും ഈ വർഷം കിട്ടിയത്. അപ്പം ഇനി NIT ആണെങ്കിൽ നമുക്കറിയാം അതിനേക്കാളും എത്രയോ കൂടുതൽ ബാക്കിയുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സുകളാണെങ്കിലും എഞ്ചിനീയറിംഗ്, കേരള എഞ്ചിനീയറിംഗ്, കുസാറ്റ്, ബിറ്റ്സ്, ഐസർ. ഇപ്പം ജസ്വിൻ കുര്യാക്കോസ് ഐസറിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. JEE മെയിൻ ടോപ്പായിരുന്നു, JEE അഡ്വാൻസ്ഡ് ടോപ്പായിരുന്നു, നീറ്റ് 1000-നകത്ത് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ക്രാക്ക് ചെയ്യാനായിട്ട് ഈ വർഷം നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ രാജ്യത്തെ വിവിധ പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഈ വർഷം ബ്രില്യൻസിൻ്റെ സാന്നിധ്യം അത്രമാത്രം വലുതാണ്. ഒപ്പം ശിവൻ സാറ് പറഞ്ഞു നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഇനിയും ഒരുപാട് മിടുക്കരായ വിദ്യാർത്ഥികളൊക്കെ വിവിധ മെഡിക്കൽ കോളേജുകളിലേക്ക് എത്താനുണ്ട്. അവരുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷങ്ങളും കൂടിയാണ് ഇനി വരാനിരിക്കുന്നത്. ഒപ്പം ഈ ഒരു എപ്പിസോഡ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ശിവൻ സാറ് പറഞ്ഞു വെച്ചത് 2026 നീറ്റ്, JEE പോലുള്ള മത്സര പരീക്ഷകളുടെ ഭാഗമാകാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ രീതിയിൽ കാര്യങ്ങളെ ഗ്രഹിക്കണം, അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു തെറ്റും കൂടാതെ അവരെ കൃത്യമായി അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ മാതാപിതാക്കൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷേ തീരുന്നില്ല. ഇനിയാണ് അങ്ങോട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് എന്തൊക്കെ കരുതി വെക്കണം നിങ്ങൾ എന്നൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. ഒപ്പം ശിവൻ സാറ് പ്രവാസികളായ മലയാളികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൺക്ലൂഷനിലെ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെയൊക്കെ പിന്തുണ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ എക്കാലത്തെയും വിജയം എന്ന് പറയുന്നത്. നിങ്ങളുടെ വിശ്വാസവും സ്നേഹം എന്നും ഉണ്ടായിരിക്കട്ടെ. ലോകമെമ്പാടും വരുന്ന ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.